നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് SSLC ഫൈനൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ടേമിലെ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ആണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് വ്യക്തമാക്കി തന്നിരുന്നു, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പലപ്പോഴും ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നു എന്ന് മാത്രമല്ല, ഈ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനും ഇത് നമ്മളെ സഹായിക്കും. ഫസ്റ്റ് ടേമിലെ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുടെ വിശകലനവും ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ സോഷ്യൽ ടെക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടേം പാഠഭാഗങ്ങളിൽ നിന്നും ഫൈനൽ പരീക്ഷയ്ക്ക് കഴിഞ്ഞ ചില വർഷങ്ങളിൽ 2018, 2019, 2020 വർഷങ്ങളിൽ സാമൂഹ്യശാസ്ത്ര പരീക്ഷയ്ക്ക് ഫൈനൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. SSLC സോഷ്യൽ സയൻസ് സെക്കൻഡ് ടേമിൽ SS1 നിന്നും SS2 നിന്നുമായിട്ട് 9 ചാപ്റ്റേഴ്സാണ് പഠിക്കുവാനുള്ളത്. SS1 5ഉം SS2 4ഉം. SS1 പ്രധാന ചാപ്റ്റേഴ്സ് ഇതെല്ലാമാണ്. 1. കൾച്ചർ ആൻഡ് നാഷണലിസം, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, സിവിക് കോൺഷ്യസ്നസ്. SS2 നിന്നും ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്, ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്. അങ്ങനെ ആകെ 9 അധ്യായങ്ങളാണ് സെക്കൻഡ് ടേമിൽ പഠിക്കുവാനുള്ളത്. ഓരോ ചാപ്റ്ററും നമുക്കെടുത്ത് പരിശോധിക്കാം. ആദ്യമായി കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന ചാപ്റ്ററിൽ 2018 മാർച്ച് മാസം ചോദിച്ച ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കാം. 1. വാട്ട് വർ ദ പ്രൊപ്പോസൽസ് മെയ്ഡ് ബൈ സോഷ്യൽ റിഫോമേഴ്സ് ടു റിഫോം ഇന്ത്യൻ സൊസൈറ്റി? 3 മാർക്കിൻ്റെ ചോദ്യമാണ്. മറ്റൊരു ചോദ്യം, എലൂസിഡേറ്റ് ദ റോൾ ഓഫ് ലിറ്ററേച്ചർ ഇൻ ദ എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. അതും 3 മാർക്കിൻ്റെ ചോദ്യമാണ്. വാട്ട് വർ ദ പ്രൊപ്പോസൽസ് മെയ്ഡ് ബൈ സോഷ്യൽ റിഫോമേഴ്സ് ടു റിഫോം ഇന്ത്യൻ സൊസൈറ്റി? ഇന്ത്യൻ സമൂഹത്തെ നവീകരിക്കുന്നതിന് വേണ്ടി സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച പ്രൊപ്പോസൽസ് എന്തെല്ലാമായിരുന്നു? 3 മാർക്കിൻ്റെ ഈ ചോദ്യത്തിനുള്ള ആൻസർ എഴുതുമ്പോൾ വരേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതെല്ലാമാണ്. ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം, പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ഓൾ, എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് വുമൺ, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓൾ, പ്രൊമോട്ട് വിഡോ റീമാരേജ്, അബോളിഷ് ചൈൽഡ് മാരേജ് ആൻഡ് എലിമിനേറ്റ് ദ സുപ്രീമസി ഓഫ് ദ ക്ലർജി. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടാൽ 3 മാർക്ക് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ദ റോൾ ഓഫ് ലിറ്ററേച്ചർ ഇൻ ദ എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യയിൽ ദേശീയത വളർന്നു വരാൻ ലിറ്ററേച്ചറിൻ്റെ, സാഹിത്യത്തിൻ്റെ പങ്ക് എന്താണ്? അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം, ദ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ആസ് വെൽ ആസ് സോഷ്യൽ ഈവിൾസ് എക്സിസ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി റിഫ്ലക്റ്റഡ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ. Writers in various parts of India illustrated the agonies and atrocities faced by the people. The readers in other parts experienced these sorrows as their and ventured to fight them collectively. അക്കാലത്തെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ പേരുകൾ കൂടി ഇതിനോടൊപ്പം എഴുതണം. 2019 മാർച്ച് മാസം ഈ അധ്യായത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു ചോദ്യം, ഒന്നാമത്തെ കോളത്തിന് അനുയോജ്യമായത് രണ്ടാമത്തെ കോളത്തിൽ നിന്ന് എഴുതുക എന്നുള്ളതാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിച്ചത്. 2020 മാർച്ച് മാസം 2 ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചത്, 3 മാർക്ക് വീതമുള്ളത്. ഒന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ഹൗ രാജാറാം മോഹൻ റായ് ട്രൈഡ് ടു മോഡേണൈസ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളതാണ്. ഇതിന് ആൻസർ എഴുതുമ്പോൾ രാജാറാം മോഹൻ റായ് വാസ് ദ പയനിയർ എമംഗ് ദ സോഷ്യൽ റിഫോമേഴ്സ് എന്ന കാര്യം സൂചിപ്പിക്കണം. കൂടാതെ ഹി ഒപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് സതി, ഹി എസ്റ്റാബ്ലിഷ് ദ ബ്രഹ്മ സമാജ്,
സ്ത്രീകളുടെ സ്റ്റാറ്റസിന് വേണ്ടി, സ്റ്റാറ്റസ് ഓഫ് വുമണിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇതിന് ഉത്തരമെഴുതാൻ. രണ്ടാമത്തെ ചോദ്യം, ഹൂ ഫൗണ്ടഡ് ദ യൂണിവേഴ്സിറ്റി ഓഫ് വിശ്വഭാരതി, വാട്ട് വർ ഇറ്റ്സ് പെക്യുലാരിറ്റീസ് എന്നായിരുന്നു. വിശ്വഭാരതി സർവകലാശാല ആരാണ് സ്ഥാപിച്ചത്, ഇതിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്നും അദ്ദേഹത്തിൻ്റെ ആശയവും കൂടി പറയണം. അതായത് യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അതുപോലെ എഡ്യൂക്കേഷൻ ദാറ്റ് വുഡ് ബ്രിഡ്ജ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചേഴ്സ്, പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചതാണ് വിശ്വഭാരതി സർവകലാശാല എന്ന ഇതിന് ഉത്തരമെഴുതണം. ഇനി സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 2018 മാർച്ചിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ചോദ്യം, വിച്ച് വാസ് ദ ലാസ്റ്റ് മാസ് മൂവ്മെൻറ്റ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി? ആൻസർ നമുക്കറിയാം, ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആണ്, 1 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ, 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ റോൾ എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്ന്. സുഭാഷ് ചന്ദ്രബോസ് ആഫ്റ്റർ ക്വിറ്റിംഗ് ദ കോൺഗ്രസ് ഹി ഫോംഡ് എ പൊളിറ്റിക്കൽ പാർട്ടി കോൾഡ് ഫോർവേഡ് ബ്ലോക്ക്. He took the charge of the Indian National Army formed by Rash Bihari Bose to attain freedom for India. He formed a provisional government for free India in Singapore with the aim of forcing the British to quit India. ഈ നിലയിൽ അതിന് ആൻസർ എഴുതണം. 2019 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു, അതും 2 എണ്ണമാണ്. ഒന്ന്, വിച്ച് ഈസ് ദ ഏർലിയസ്റ്റ് റീജിയണൽ സ്ട്രഗിൾ കണ്ടക്റ്റഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ, 1 മാർക്കിൻ്റെ ചോദ്യം. അതിൻ്റെ ആൻസർ ചമ്പാരൻ സ്ട്രൈക്ക് ഇൻ 1917. മറ്റൊരു ചോദ്യം, അനലൈസ് ദ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗാന്ധിജി ആസ് എ പാർട്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി ആരംഭിച്ച കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്തൊക്കെയായിരുന്നു? മേക്കിംഗ് ഖാദി ക്ലോത്ത് ബൈ യൂസിങ് ചർക്ക, സ്റ്റാർട്ടഡ് നാഷണൽ സ്കൂള്, പോപ്പുലറൈസ്ഡ് ഹിന്ദി ഇൻസ്റ്റെഡ് ഓഫ് ഇംഗ്ലീഷ്. അതിനും 4 മാർക്കാണ്. 2020 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ, നെയിം ദ ഫൗണ്ടർ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്, 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. മറ്റൊരു ചോദ്യം 4 മാർക്കിൻ്റേതാണ്. എക്സ്പ്ലെയിൻ ദ ചമ്പാരൻ ആൻഡ് ഖേദ സത്യാഗ്രഹ ഇൻവോൾവ്ഡ് ബൈ ഗാന്ധിജി. The struggle of indigo farmers in Champaran that Gandhiji started in 1917. In Champaran, Gandhiji resorted to disobedience of the British rules and satyagraha, and his involvement compelled the authorities to pass laws in favor of the indigo farmers. Peasant struggle in Kheda, 1918. Due to drought and crop failure, farmers in Kheda were living in utter misery. The rulers decided to collect tax from these poor villagers. Starting Satyagraha in 1918, Gandhiji protested against the decision. He advised people not to pay tax. Consequently, the authorities were forced to reduce tax rates. അതിന് 4 മാർക്കാണ്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും 2018 മാർച്ചിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, മെൻഷൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, 3 മാർക്ക്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മേജർ ഡാംസ് ഇൻ മോഡേണൈസിങ് ഇന്ത്യൻ എക്കണോമി, അതിനും 3 മാർക്കാണ്. ആദ്യത്തെ ചോദ്യം, മെൻഷൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന രൂപം കൊണ്ട അതിൻ്റെ ആ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? The cabinet mission under the British rule had proposed to form a constituent assembly. In 1946, the Constituent Assembly was formed with Dr. Rajendra Prasad as the chairman. Dr. B.R. Ambedkar was a drafting committee chairman. The committee drafted the constitution after a series of discussions and debate. 2019 മാർച്ചിൽ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ച ചോദ്യം ഇതാണ്. 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഹൂ സൈൻഡ് ദ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് വിത്ത് ജവഹർലാൽ നെഹ്റു? റൈറ്റ് എനി 2 ഓഫ് ദ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. ആൻസർ ചൗവിൻ ലായി ആണ്.
ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം പഞ്ചശീൽ പ്രിൻസിപ്പിളിൽ ഒപ്പുവെച്ചത്. അതിൻ്റെ രണ്ട് മറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ് ഫോർ ഈച്ച് അതർ ഇൻ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി, മ്യൂച്വൽ നോൺ അഗ്രഷൻ. 3 മാർക്കാണ് ഇതിനുള്ളത്. 2020 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്, 3 മാർക്കിൻ്റെ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇതിന് ആൻസർ എഴുതുമ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷനിലേക്ക് നയിച്ച, സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച ഒരുപാട് കാര്യങ്ങൾ എഴുതേണ്ടതുണ്ട്. 1920 നാഗ്പൂർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ മുതൽ, ഭാഷാടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ച തീരുമാനം മുതൽ, പോറ്റി ശ്രീരാമലുവിൻ്റെ സത്യാഗ്രഹ, ആന്ധ്രാപ്രദേശിൻ്റെ രൂപീകരണം, അതുപോലെ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോംഡ് എ കമ്മീഷൻ ടു റീഓർഗനൈസ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജസ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതേണ്ടതുണ്ട്. ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും 2018 മാർച്ച് മാസം ചോദിച്ച ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്? 1 മാർക്കാണ്. ആൻസർ അരിസ്റ്റോട്ടിൽ. മറ്റൊരു ചോദ്യം, ഡിസ്ക്രൈബ് ദ എവല്യൂഷണറി തിയറി ഓഫ് ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. 3 മാർക്കാണ്. അങ്ങനെ ആകെ 4 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എവല്യൂഷൻ്റെ ഫലമായിട്ടാണ് സ്റ്റേറ്റ് രൂപം കൊണ്ടത് എന്നാണ്. ദിസ് തിയറി ടെൽസ് us that state was formed as a result of several social circumstances and it reached its present form through the process of evolution. State started as tribal administration and later developed as city-state, empire state and feudal state. Today, states are commonly known as nation states because they are formed on the basis of a feeling of nationalism. ഈ ചാപ്റ്ററിൽ നിന്നും 2019 മാർച്ച് മാസം ചോദിച്ചിരിക്കുന്നത് 2 ചോദ്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ദ ഗോൾ ഓഫ് സ്റ്റേറ്റ് ഈസ് ദ മാക്സിമം ഹാപ്പിനെസ് ഓഫ് ദ മാക്സിമം നമ്പർ. നെയിം ദ തിങ്കർ ഹൂ മെയ്ഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. 1 മാർക്കാണ്. ആൻസർ ജെർമി ബെന്ത. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് സിറ്റിസൺഷിപ്പ്? മെൻഷൻ ദ 2 ടൈപ്സ് ഓഫ് സിറ്റിസൺഷിപ്സ്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ. 2 ടൈപ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്, നാച്ചുറൽ സിറ്റിസൺഷിപ്പ്, അക്വേർഡ് സിറ്റിസൺഷിപ്പ്, ഇവയൊക്കെയാണ്. ഇനി 2020 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, 4 മാർക്കിൻ്റെ വീതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ടെറിട്ടറി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. ആൻസർ, എ സ്റ്റേറ്റ് ഷുഡ് ഹാവ് ആൻ എക്സാക്റ്റ് ടെറിട്ടറി വിത്ത് clear-cut boundary. The state is formed when the people settle permanently in a particular territory. The state should have complete control over its territory. The land area, water bodies, coastal area, aerial space, etc. within the boundaries are part of the territory. The territorial size does not matter in the formation of a state. 4 മാർക്കാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ടോപ്പിക് സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺ. അതിന് 4 മാർക്കാണ്. അതിനകത്ത് സ്റ്റേറ്റ് എന്നാൽ എന്താണ്, അതിൻ്റെ എസെൻഷ്യൽ പാർട്സ് ഏതൊക്കെയാണ്, അതുപോലെ ആരാണ് ഒരു സിറ്റിസൺ, ആ സിറ്റിസൺ 2 ടൈപ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഏതൊക്കെയാണ് എന്ന് വിശദമായി എഴുതുക. ദ കോൺസെപ്റ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ഗെയിൻഡ് ഇമ്പോർട്ടൻസ് വെൻ ഡെമോക്രസി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഓൺലി ദ സിറ്റിസൺ ക്യാൻ എൻജോയ് ദ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓഫ് എ നേഷൻ. 2 ടൈപ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്, അക്വേർഡ് സിറ്റിസൺഷിപ്പ് ആണ്. അവ എന്താണെന്ന് വിശദമായിട്ട് എഴുതുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. സിവിക് കോൺഷ്യസ്നസ് എന്ന അധ്യായത്തിൽ നിന്നും 2018 മാർച്ച് മാസത്തിൽ 4 മാർക്കിൻ്റെ വെച്ച് 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ്. സിവിക് കോൺഷ്യസ്നസ്സിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ്. സിവിക് കോൺഷ്യസ്നസ് ഇൻഫ്ലുവൻസസ് ദ പ്രോഗ്രസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. ഇൻ ദ ആബ്സെൻസ് ഓഫ് civic consciousness, human beings will become selfish and all the activities will be for his own achievements. This will adversely affect social life. Civic consciousness is the recognition that each citizen is for the society and the genuine interest of the society are the interest of the citizen. ഈ നിലയിൽ ഉത്തരം എഴുതുക.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് അസോസിയേഷൻസ് ആൻഡ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ ക്രിയേറ്റിംഗ് ദ ആൻഡ് മെയിൻറ്റെയിനിങ് സിവിക് കോൺഷ്യസ്നസ്. സിവിക് കോൺഷ്യസ്നസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അസോസിയേഷൻസിൻ്റെ റോൾ എന്താണ്? നമുക്കറിയാം നിരവധി അസോസിയേഷൻസ് ഉണ്ട്. ദർ ആർ സെവറൽ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻസ് ഇൻ അവർ സൊസൈറ്റി. സച്ച് അസോസിയേഷൻസ് many a time equip the individuals to work voluntarily with a service mind. Several voluntary associations are working in the field of protection of environment, protection of human rights, charity, etc. These associations can create awareness among individuals about environment and human rights. കൂടാതെ ഒരു ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ് അതിനും അസോസിയേഷൻസ് സഹായിക്കുന്നു. 2019 മാർച്ച് മാസവും ഈ ചാപ്റ്ററിൽ നിന്നും 4 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഹൗ ക്യാൻ വി ഓവർകം ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ സിവിക് കോൺഷ്യസ്നസ്? ആൻസർ ഇതാണ്. ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ് ഹിസ് ആക്ടിവിറ്റീസ് ക്രിട്ടിക്കലി, ഷുഡ് വർക്ക് ഫോർ വൺസ് ഇൻട്രസ്റ്റ് വിതൗട്ട് ഗോയിങ് അഗൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്, ബി ദ ചേഞ്ച് വിച്ച് യു എക്സ്പെക്ട് ഫ്രം അതേഴ്സ്, ഈക്വൽ വെയ്റ്റ് ഷുഡ് ബി ഗിവൺ ടു ബോത്ത് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ്. അത്തരത്തിൽ വി ക്യാൻ ഓവർകം ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ സിവിക് കോൺഷ്യസ്നസ്. മറ്റൊരു ചോദ്യം, എലൂസിഡേറ്റ് ദ റോൾ ഓഫ് ഫാമിലി ഇൻ ദ ഫോർമേഷൻ ഓഫ് സിവിക് കോൺഷ്യസ്നസ്. സിവിക് കോൺഷ്യസ്നസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫാമിലിയുടെ റോള് എന്താണ്? അതിനും 4 മാർക്കാണ്. ഫാമിലിയിലൂടെ റെസ്പെക്റ്റ് എൽഡേഴ്സ്, ഫോസ്റ്റർ റെസ്പോൺസിബിലിറ്റി ഇൻ മെമ്പേഴ്സ്, എൻകറേജ് സോഷ്യൽ സർവീസ്. 2020 മാർച്ച് മാസവും 2 ചോദ്യങ്ങൾ 4 മാർക്കിൻ്റെ വീതം ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മൊറാലിറ്റി ഇൻ ഫോസ്റ്ററിങ് സിവിക് കോൺഷ്യസ്നസ്. സിവിക് കോൺഷ്യസ്നസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മൊറാലിറ്റിയുടെ റോൾ എന്താണ്? 4 മാർക്കാണ്. മൊറാലിറ്റി മീൻസ് ദ എബിലിറ്റി ടു റിക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസ്, ആക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് ടു പെർഫോം ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി. മോറൽ പ്രിൻസിപ്പിൾസ് പലപ്പോഴും സിവിക് കോൺഷ്യസ്നസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ആവശ്യമാണ് എന്ന നിലയിൽ വിശദമായി ആൻസർ എഴുതുക. രണ്ടാമത്തെ ചോദ്യം, ദ കളക്റ്റീവ് ആക്ഷൻ ഓഫ് ദ പീപ്പിൾ ആൻഡ് ദെയർ കോപ്പറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സിവിക് കോൺഷ്യസ്നസ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ്, സഹകരണത്തിലൂടെയാണ് പലപ്പോഴും നമുക്ക് സിവിക് കോൺഷ്യസ്നസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുക. അതും വിശദമായി എഴുതണം. 4 8 മാർക്കിൻ്റെ ചോദ്യം ഇതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് SS2 നിന്നും സെക്കൻഡ് ടൈമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യ ചാപ്റ്റർ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്. അതിൽ നിന്ന് നിങ്ങൾ ഒരു ഫിഗർ തന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. എല്ലാ പരീക്ഷകൾക്കും ഇത്തരമൊരു ചോദ്യം ചോദിക്കും. ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് സെറ്റിൽമെൻറ്റ് ആൻഡ് ഗ്രേവ് യാർഡ് ഇൻ ദ ഗിവൺ ഗ്രിഡ് യൂസിങ് ദ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്. അപ്പോൾ 4 ഫിഗർ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. വളരെ പ്രാധാന്യത്തോടെ പഠിക്കുക. 2019 മാർച്ച് മാസം ചോദിച്ച ചോദ്യം 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ ദ ഗിവൺ മാപ്പ് സിംബൽസ് ആൻഡ് ഓൾസോ മെൻഷൻ ദ കളേഴ്സ് ബൈ വിച്ച് ദേ ആർ ഷോൺ ഇൻ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്. ടോപ്പോഗ്രാഫിക്കൽ മാപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് പുസ്തകത്തിൽ കൃത്യമായി നൽകിയിട്ടുണ്ട്. കൃത്യമായി പഠിക്കുക. വരാവുന്ന ഒരു ചോദ്യമാണ്, പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. 2020 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്നും കോണ്ടൂർ ലൈനുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. 4 മാർക്കിൻ്റെ ചോദ്യം. വാട്ട് ആർ കോണ്ടൂർ ലൈൻസ്? Contour lines are imaginary lines joining places having the same elevation above the sea level. What is the color of contour lines in topographical maps? Brown. What is contour interval? The difference between the value of 2 adjacent contours is called contour interval. What is the relationship between the spacing of contour and the nature of slope? The closely spaced contours represent steep slopes and the widely spaced contours represent gentle slopes. ഇത്രയും എഴുതിയാൽ 4 മാർക്ക് ലഭിക്കും. അടുത്ത ചാപ്റ്ററായ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്ന ചാപ്റ്ററിൽ നിന്നും 2018 മാർച്ച് മാസം ചോദിച്ചിരിക്കുന്നത് 8 മാർക്കിൻ്റെ ചോദ്യമാണ്. 4 മാർക്കിൻ്റെ വീതം 2 ചോദ്യങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എലൂസിഡേറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് വിത്ത് എക്സാമ്പിൾസ്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവയ്ക്ക് ഉദാഹരണങ്ങൾ എഴുതുക. മിക്ക പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് നല്ലതുപോലെ അത് പഠിച്ചിരിക്കണം.
Then second question, what are the reasons for increasing government expenditure in India? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ. പ്രധാന പോയിൻ്റ് ഇതാണ്. ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ഇൻക്രീസ് ഇൻ ദ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, വെൽഫെയർ ആക്ടിവിറ്റീസ്, അർബനൈസേഷൻ. ഇത്രയും എഴുതിയാൽ 8 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്നും കിട്ടും. 2019 മാർച്ച് മാസം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? ആൻസർ ഫീസ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, ഗ്രാൻസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഇവ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. 2020 മാർച്ച് മാസവും 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ബഡ്ജറ്റ്, എക്സ്പ്ലെയിൻ 3 ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്സ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതുക. 3 ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്: സർപ്ലസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്, ബാലൻസ് ബഡ്ജറ്റ്. അവ എക്സ്പ്ലെയിൻ ചെയ്യുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്ത അധ്യായം ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ്. ആ ചാപ്റ്ററിൽ നിന്നും 2018 മാർച്ച് മാസം ചോദിച്ചിരിക്കുന്നത് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ്. സൺ സിങ്ക്രണസ് സാറ്റലൈറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? അതുപോലെ 2019 മാർച്ച് മാസം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ റിമോട്ട് സെൻസിങ്, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം. അതും 4 മാർക്കിൻ്റെ ചോദ്യമാണ്. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫോർമേഷൻ അബൌട്ട് ആൻ ഒബ്ജക്റ്റ് പ്ലേസ് വിതൗട്ട് എനി ഫിസിക്കൽ കോണ്ടാക്റ്റ്. ഓൺ ദ ബേസ് ഓഫ് പ്ലാറ്റ്ഫോം, റിമോട്ട് സെൻസിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ഏറിയൽ റിമോട്ട് സെൻസിങ് ആൻഡ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. 2020 മാർച്ച് മാസത്തെ ചോദ്യം ഇതാണ്. സബ്സ്റ്റാൻഷിയേറ്റ് ദ കേപ്പബിലിറ്റി ഓഫ് ബഫർ അനാലിസിസ് ഇൻ ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം വിത്ത് എക്സാമ്പിൾ. ലിസ്റ്റ് ദ അതർ അനാലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് ഓഫ് GIS. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇവിടെ എന്താണ് ഈ ബഫർ അനാലിസിസ്, അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് എഴുതണം. എ സർക്കുലർ സോൺ ക്രിയേറ്റഡ് അറൗണ്ട് എ പോയിൻറ്റ് ഫീച്ചർ or a parallel zone created aside a linear feature in buffer analysis is called buffer zone. Suppose if we want to find out the number of houses located within 3 kilometer radius of our school, the possibility of buffer analysis can be used effectively. Overlay analysis, network analysis എന്നിവയാണ് മറ്റ് അനാലിറ്റിക്കൽ കേപ്പബിലിറ്റീസ്. നെക്സ്റ്റ് ചാപ്റ്റർ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് ആണ്. 2018 മാർച്ച് മാസം 8 മാർക്കിൻ്റെ ചോദ്യം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ഹിമാലയൻ റിവേഴ്സ്. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൻ്റെ ആൻസർ ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ ഈസ് ലെസ് എന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാർക്ക് ആൻഡ് ലേബൽ ദ ഗിവൺ ജിയോ ഇൻഫോർമേഷൻ ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ പ്രൊവൈഡഡ്. എല്ലാ വർഷവും മാപ്പ് അടയാളപ്പെടുത്തുവാൻ വേണ്ടി ഈ അധ്യായവുമായി ബന്ധപ്പെട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ മാപ്പ് പഠിച്ചിരിക്കണം. മൂന്നാമത്തെ ചോദ്യം, തമിഴ്നാട് കോസ്റ്റ് റിസീവ്സ് കമ്പാരിറ്റീവ്ലി ഹെവി റെയിൻ ഡ്യൂറിംഗ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. വൈ? വാട്ട് ഈസ് ദ അതർ നെയിം ബൈ വിച്ച് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഈസ് നോൺ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അബ്സോർബ്സ് മോയ്സ്ചർ ഫ്രം ദ ബേ ഓഫ് ബംഗാൾ ആൻഡ് കോസസ് റെയിൻഫോൾ എലോങ് ദ തമിഴ്നാട് കോസ്റ്റ്. തുലാവർഷം ഓർ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. 2019 മാർച്ച് മാസം ഈ അധ്യായത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ: 1. ഐഡൻറ്റിഫൈ ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ച് വേർ ദ മേജർ ഹിൽ സ്റ്റേഷൻസ് സച്ച് ആസ് ഷിംല, ഡാർജിലിംഗ് എക്സെട്ര ആർ ലൊക്കേറ്റഡ്. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ആൻസർ ഹിമാചൽ. രണ്ടാമത്തെ ചോദ്യം, ദ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ റീജിയൻ ഓഫ് വെസ്റ്റ് ബംഗാൾ ഈസ് നോൺ ഫോർ. ആൻസർ ജ്യൂട്ട് കൾട്ടിവേഷൻ. അതും 1 മാർക്കിൻ്റെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, മാർക്ക് ആൻഡ് ലേബൽ ദ ഫോളോയിങ് ജിയോ ഇൻഫോർമേഷൻ ഇൻ ദ പ്രൊവൈഡഡ് ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ. മാപ്പിൽ അടയാളപ്പെടുത്തുവാനാണ്. റിവർ നർമ്മദ, ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ, ടുറ്റിക്കോറിൻ പോർട്ട്, ഈസ്റ്റേൺ ഹൈലാൻഡ്സ് എക്സെട്ര. 4 മാർക്കാണ്. 2020 മാർച്ച് മാസവും 3 ചോദ്യങ്ങളുണ്ട് 8 മാർക്കിൻ്റെ. ഒന്നാമത്തെ ചോദ്യം, ദ ഹയസ്റ്റ് റേഞ്ച് ഓഫ് ഹിമാലയ മൗണ്ടെയ്ൻസ്.
1 മാർക്കാണ്. ഹിമാദ്രി എന്നാണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൾഡ് വെതർ സീസൺ ഇൻ ഇന്ത്യ. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസമാണ് കോൾഡ് വെതർ സീസൺ. ഇന്ത്യ എക്സ്പീരിയൻസസ് വിൻ്റർ വെൻ ദ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് ഓവർ ദ സദേൺ ഹെമിസ്ഫിയർ. മോസ്റ്റ് പ്ലേസസ് ഇൻ ഇന്ത്യ എക്സ്പീരിയൻസ് ഇൻറ്റൻസ് ഫോഗ് ആൻഡ് സ്നോഫോൾ ഒക്കേഴ്സ് ഇൻ ദ വാലീസ് ഓഫ് ദ ഹിമാലയാസ് ഡ്യൂറിങ് ദിസ് സീസൺ. ഇത് കൂടുതൽ വിശദമാക്കി എഴുതുക. മൂന്നാമത്തെ ചോദ്യം മാപ്പാണ്. മാർക്ക് ആൻഡ് ലേബൽ ദ ഗിവൺ ജിയോ ഇൻഫോർമേഷൻ ഇൻ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ പ്രൊവൈഡഡ്. 4 മാർക്ക് ആണ്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി SSLC സാമൂഹ്യശാസ്ത്ര പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ വിശകലനം ചെയ്തത്. മുൻകാല ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പലപ്പോഴും പല ചോദ്യങ്ങളും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ചാപ്റ്ററിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഉത്തര സൂചികകൾ മാത്രമാണ്. അത് വിപുലമായി വിശദമായി നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ഓരോ ചോദ്യവും വായിച്ചു കഴിഞ്ഞ് അത് എത്ര മാർക്കിൻ്റെ ചോദ്യമാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് വിശദീകരിച്ച് എഴുതുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. 1ാം ഭാഗത്തെ ഫസ്റ്റ് ടൈമിലെ ക്വസ്റ്റ്യൻസിൻ്റെ വിശകലനം കണ്ടിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുക. നിങ്ങൾക്കത് കാണാൻ കഴിയും. വരുന്ന 3ാം ഭാഗത്തിൻ്റെ ചോദ്യങ്ങളും വിശകലനങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.